ഈ നിസ്വാർത്ഥതയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ആ നിസ്വാർത്ഥതയാണ് മനുഷ്യന്റെ അസ്തിത്വത്തെ കൊണ്ട് പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അക്രിം ജാറക വലൗ കാന കാഫിറ. നിന്റെ അയൽവാസി അന്യമതസ്ഥനാണെങ്കിൽ അവനെ ഒന്നുകൂടി ബഹുമാനിക്കണം, അവനെ ഒന്നുകൂടി ഗൗരിക്കണം. അവൻ സഹോദര മതസ്ഥനാണെങ്കിൽ ആ സഹോദര്യ മതത്തിന്റെ ദർശനങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കണം. ആയിഷ ബീവിയുടെ വീട്ടിൽ എന്തെങ്കിലും വിഭവസമൃദ്ധമായ സ്പെഷ്യൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ആ ഭക്ഷണം കൊണ്ടുവരപ്പെടുന്നതിന്റെ മുൻപേ ലോകത്തിരുമേനി തന്റെ പ്രിയതമയായ ഭാര്യയോട് പറയും, ആയിഷ, നമ്മുടെ അടുക്കളയുടെ മുമ്പാകത്തുള്ളതൊരു ജൂതന്റെ കുടുംബമാണ്. ആ ജൂതന്റെ കുടുംബമാണ് നമ്മുടെ അയൽപ്പക്കക്കാരെങ്കിൽ നമ്മുടെ അയൽപ്പക്കക്കാരന് നമ്മുടെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ ഒരു ഭാഗതയും കുറിക്കാൻ ഞാനും നീയും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അവനെ കൊണ്ടുപോയി കൊടുക്ക് എന്നതിന്റെ ശേഷം മതി നമുക്ക് അന്നം രുചിക്കാൻ എന്ന് ലോകപരിഷ്കർത്താവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മണലാരണ്യത്തിലൂടെ സഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മണലാരണ്യത്തിലൂടെ അന്യമതസ്ഥനായ ജൂതന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി ശവമഞ്ചത്തിൽ കൊണ്ടുപോവുകയാണ്. ആ യാത്രാവേളയിൽ ഇരുന്നു കൊണ്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബ, നിങ്ങൾ എണീറ്റ് നിൽക്കണം. ആ പോകുന്നതൊരു ജൂതന്റെ മയ്യിത്തല്ല, അതൊരു മനുഷ്യന്റെ മയ്യിത്താണ്. സ്വഹാബ ചോദിക്കാൻ ആഗ്രഹിച്ചു പോയി, അതൊരു ജൂതന്റെ ഭൗതിക ശരീരമല്ലയോ റസൂലേ? എന്തിനാണ് നമ്മൾ